ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാനിന്നിവിടെ കുടുംബവിളക്ക് സീരിയലിലെ 3 ഡിസംബർ 2020 എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. കുടുംബവിളക്ക് സീരിയലിലെ റിവ്യൂ പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീനിലയം വീട്ടിൽ ഉടലെടുത്ത വലിയ തർക്കത്തെ കാണിച്ചുകൊണ്ടാണ്. സുമിത്രയ്ക്ക് വീടെഴുതി കൊടുത്തതിനെ തുടർന്ന് അസ്വസ്ഥനായ സിദ്ധാർത്ഥ് ശിവദാസ മേനോനോട് ശ്രീകുമാറിനോടുമായി, അച്ഛൻ എന്നോടും അമ്മയോടുമുള്ള ദേഷ്യത്തിന് ഈ അവിവേകം ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശ്രീകുമാർ, അച്ഛന് സ്വബോധം നഷ്ടപ്പെട്ട് ഈ അബദ്ധം ചെയ്തപ്പോൾ നിനക്ക് തിരുത്താമായിരുന്നില്ലേ? ശരണിക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ ഈ വീട്? ശ്രീകുമാർ, അച്ഛൻ ചെയ്തത് അബദ്ധമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കൂട്ടുന്നത്. സരസ്വതിയമ്മ, നിനക്ക് തോന്നൂല, കാരണം സ്വന്തം ഭാര്യയുടെ അവകാശത്തെക്കാൾ നിനക്ക് വലുത് സുമിത്രയുടെ ജീവിതമല്ലേ? ശ്രീകുമാർ, അമ്മേ, വായിൽ തോന്നുന്നത് വിളിച്ചു പറയരുത്. എനിക്ക് ശരണിക്ക് ഈ വീടിന്റെ അവകാശവും വേണ്ട. ശിവദാസ മേനോൻ, നിർത്ത്, ഇനി ഈ വിഷയം ആരും സംസാരിക്കേണ്ട. സിദ്ധാർത്ഥ്, 15-ാം തീയതി കഴിഞ്ഞാൽ ഈ വീടിന്റെ ആരുമല്ലാതായി തീരുന്ന ഇവളുടെ പേരിൽ ഈ വീട് എഴുതണമായിരുന്നോ? ഞാനും ശരണിയുമല്ലേ ഇതിന്റെ അവകാശികൾ. ശിവദാസ മേനോൻ, ഇത് എനിക്ക് കുടുംബസ്വത്തായി കിട്ടിയതൊന്നുമല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അത് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. സുമിത്ര, അച്ഛാ, 25 വർഷം മുമ്പ് ഇദ്ദേഹം എന്റെ കഴുത്തിൽ കെട്ടിയ താലിയുമായി ഈ വീട്ടിൽ കയറി വന്നവളാണ് ഞാൻ. നാളെ ഇദ്ദേഹം തന്നെ അത് പൊട്ടിച്ചെറിയുമ്പോൾ ഞാൻ ഈ പടി ഇറങ്ങാനിരിക്കുകയായിരുന്നു. എന്നാൽ അച്ഛൻ വീണ്ടും എന്നെ നരകത്തിലേക്ക് തള്ളിവിടുകയാണല്ലോ. ശിവദാസ മേനോൻ, മോളെ, ഇനി ഈ വീട് നിന്റെ രാജ്യമാണ്, മറ്റുള്ളവർ ഇവിടുത്തെ പ്രജകളും. ഇനി നിന്റെ ഇഷ്ടമാണ് ഇവിടെ നിൽക്കാൻ പോകുന്നത്. ഇവിടെ നിന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ താല്പര്യമുള്ളവർ നിന്നാൽ മതി, അല്ലാത്തവർ പോട്ടെ. ശ്രീകുമാർ, അതായത് ഇനി സിദ്ധുവേട്ടനും ശീതളും ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് സുമിത്രേച്ചി തീരുമാനിക്കും അല്ലേ? ശീതള്, എന്റെ അച്ഛനെ ഇവിടെ നിർത്തിയാലേ ഞാനും ഇവിടെ നിൽക്കൂ. സുമിത്ര, നിന്റെ അച്ഛന്റെ കാലിൽ ഇവിടെ ആരും ബന്ധിച്ചിട്ടില്ല മോളെ എന്ന് പറഞ്ഞ് സുമിത്ര അവിടെ നിന്നും പോകുന്നു. ഇനി പ്രതീക്ഷിന്റെ ഊഴമായിരുന്നു. അപ്പോൾ അച്ഛനും ശീതളിനും അമ്മയുടെ ഔദാര്യത്തിൽ ഇവിടെ നിൽക്കാം അല്ലേ? ആകെ നാണം കെട്ട് ഒന്നും പറയാനാകാതെ സിദ്ധാർത്ഥ് തലകുനിച്ച് നിൽക്കുന്നു. ശേഷം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സുമിത്രയുടെ അടുത്തേക്ക് വന്ന മല്ലിക അവളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. എന്നാൽ വലിയ ഭാവമാറ്റമൊന്നും സുമിത്രയുടെ മുഖത്തുണ്ടായിരുന്നില്ല. അനന്യയും അടുക്കളയിൽ വന്ന് സുമിത്രയെ അഭിനന്ദിക്കുന്നു. എന്നാൽ താൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ലെന്നും അച്ഛൻ ചെയ്തത് ശരിയായില്ല എന്നുമായിരുന്നു സുമിത്രയുടെ നിലപാട്. വീട് മേനോന് തിരിച്ചെഴുതി കൊടുത്ത് മണ്ടത്തരം കാണിക്കരുതെന്നും മല്ലിക സുമിത്രയോട് അഭ്യർത്ഥിക്കുന്നു. അനന്യയ്ക്കും അതേ അഭിപ്രായമായിരുന്നു. സിദ്ധാർത്ഥ തിരിച്ചു വന്നത് എന്തോ ദുരിതവശത്തിലാണെന്നും മൂവരും സംശയിക്കുന്നു. സിദ്ധാർത്ഥിന്റെ കാപട്യത്തിൽ ഇനിയും വീണുപോകരുതെന്നും മല്ലിക സുമിത്രയെ ഉപദേശിക്കുന്നു. എന്നാൽ താനിപ്പോ പഴയ സുമിത്രയല്ലെന്നും ഇനി അതിലൊന്നും തന്റെ മനസ്സ് മാറാൻ സാധിക്കില്ലെന്നും സുമിത്ര പറയുന്നു. അടുത്ത ഭാഗം സരസ്വതിയമ്മ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ശരണ്യയെ എരിവും പുളിയും ചേർത്ത് വിളിച്ചറിയിക്കുന്നു. തന്റെ വീട്ടിൽ ഇനി താൻ വെറും ഒരു അഗതിയായി കഴിയണമെന്നും ശരണ്യയ്ക്ക് സ്വന്തം വീട്ടിൽ ഇനി വരാൻ പോലും സാധിക്കില്ലെന്നും മറ്റും പറയുന്നു. സരസ്വതിയമ്മയുടെ വാക്കുകൾ അക്ഷരം പ്രതി വിഴുങ്ങിയ ശരണ്യ ശിവദാസ മേനോന്റെ പ്രവൃത്തിയെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ തന്നോടല്ല, അച്ഛനോട് വിളിച്ച് ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞ് സരസ്വതിയമ്മ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതേസമയം ശ്രീകുമാർ ശ്രീനിലയത്തിൽ നിന്നും തിരിച്ചെത്തുന്നു. ശ്രീകുമാർ ശിവദാസ മേനോന്റെ ഈ ചതി തന്നെ അറിയിക്കാത്തതിൽ ശരണ്യ നീരസം പ്രകടിപ്പിക്കുന്നു. എന്നാൽ അച്ഛൻ ചെയ്തത് ശരിയാണെന്നും അത് ശരണ്യയോട് പറയേണ്ട കാര്യമില്ലാഞ്ഞിട്ടാ പറയാത്തതെന്നും ശ്രീകുമാർ മറുപടി നൽകുന്നു. എന്നാൽ ശ്രീകുമാറിന്റെ മറുപടിയിൽ ശരണ്യയ്ക്ക് തൃപ്തിയാകുന്നില്ല. ഭാര്യയുടെ കാര്യത്തേക്കാൾ സുമിത്രയുടെ കാര്യത്തിൽ ശ്രീകുമാർ ശ്രദ്ധാലുവാകുന്നതിന്റെ നീരസം ശരണ്യയുടെ മുഖത്ത് കാണാം. അടുത്ത ഭാഗത്തിൽ കാണിക്കുന്നത് ശീതൾ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചിരിക്കുമ്പോൾ പ്രതീഷ് കടന്നു വരുന്നു. ശീതളും സിദ്ധാർത്ഥും ശ്രീനിലയത്തിൽ തിരിച്ചെത്തിയതിന്റെ കാരണം എന്താണെന്ന് പ്രതീഷ് ആരായുന്നു. എന്നാൽ എല്ലാം അറിഞ്ഞിട്ടും ഏട്ടനും അമ്മയും അഭിനയിക്കുകയാണെന്ന് ശീതൾ പറയുന്നു. അത് പ്രതീഷിന് പിടികിട്ടുന്നില്ല. ഇതേ സമയം സുമിത്രയെ മുറിയിലേക്ക് കടന്നു വരുന്നു. പ്രതീഷും സുമിത്രയും കാരണമാ അച്ഛനും താനും ശ്രീനിലയത്തിൽ തിരിച്ചെത്തിയതെന്നും സമ്പത്ത് മുന്നോട്ട് വെച്ച കണ്ടീഷനുകളെ കുറിച്ചും ശീതൾ പറയുന്നു. എന്നാൽ തങ്ങൾ ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സുമിത്രയുടെയും പ്രതീഷിന്റെയും വാക്കുകൾ ചെവിക്കൊള്ളാൻ ശീതൾ തയ്യാറാകുന്നില്ല. മാത്രമല്ല, പ്രതീഷ് തന്റെ കാര്യത്തിൽ അധികാരം കാണിക്കേണ്ട ആവശ്യമില്ലെന്നും തന്റെ അച്ഛനുള്ളപ്പോൾ പ്രതീഷ് തന്റെ കാര്യങ്ങൾ ഇടപെടുന്നതോ വിമർശിക്കുന്നതോ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും ശീതൾ പറയുന്നു. ശീതളിന്റെ വാക്കുകൾ പ്രതീഷിനെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ സഹോദരിയിൽ നിന്നും കേൾക്കേണ്ടി വന്ന കഠിന വാക്കുകൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ പ്രതീഷ് മുറിവിടുന്നു. ഇതേസമയം ശീതൾ ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ടപ്പോൾ സ്വന്തം സഹോദരിയാണെന്നറിയാതെ രക്തദാനത്തിന് മുതിർന്ന പ്രതീഷിനെ ഒരിക്കലും ഇങ്ങനെ പറയരുതെന്നും നിന്റെ അച്ഛൻ നിസ്സഹായനായി നോക്കി നിന്ന സമയത്തായിരുന്നു ഇതെല്ലാമെന്നും സുമിത്ര പറയുന്നു. പ്രതീഷ് ആ സമയം എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ താൻ ഉണ്ടാകുമായിരുന്നില്ലെന്ന് സുമിത്ര പറഞ്ഞത് കേട്ട് കുറ്റബോധത്തിൽ ശീതൾ തേങ്ങുന്നു. അടുത്ത ഭാഗത്തിൽ സിദ്ധാർത്ഥ തന്റെ മുറിയിലിരുന്ന് വീട്ടിലുണ്ടായ സംഭവങ്ങൾ ആലോചിക്കുന്നു. ഇതേസമയം തന്റെ മുറിയിലേക്ക് കടന്നു വരുന്ന സുമിത്രയെ കണ്ട സിദ്ധാർത്ഥ് തന്റെ അരിശം തീർക്കാൻ ശ്രമിക്കുന്നു. തന്റെ കാര്യത്തിലുള്ള അധികാരം ഊട്ടിയുറപ്പിക്കാനും സേവനങ്ങൾ ചെയ്യാനുമാണെങ്കിൽ മുറിവിട്ട് പുറത്തു പോകണമെന്നും ഇനി തന്നെ പറഞ്ഞു മയക്കാൻ ശ്രമിക്കേണ്ടെന്നും സുമിത്ര ഇപ്പോഴും താനുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുമുള്ള സിദ്ധാർത്ഥിന്റെ വാക്കുകൾക്ക് ഇനി നിങ്ങൾ അതിനെ ആഗ്രഹിച്ചാൽ പോലും സുമിത്രയെ അതിന് കിട്ടില്ലെന്നും താനിപ്പോൾ തന്റെ ഫോൺ എടുക്കാനാണ് വന്നതെന്നും പറഞ്ഞ് സുമിത്ര ഫോണും എടുത്ത്
മുറിയിൽ നിന്ന് പോകാനൊരുങ്ങുന്നു. ഇതേസമയം തൻ്റെ അച്ഛൻ്റെ സ്വത്ത് തിരിച്ച് അച്ഛൻ്റെ പേരിൽ തന്നെ എഴുതി നൽകണമെന്ന് സിദ്ധാർത്ഥിൻ്റെ ആവശ്യത്തെ എനിക്കതൊന്ന് ആലോചിക്കണം എന്ന് കടുത്ത സ്വരത്തിൽ ദ്വയാർത്ഥത്തിൽ പറയുന്നു. വിഷാദനായി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി.